ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നില്ലേ സൽക്കാരങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന ഈ മുട്ടമാലയില്ലേ അതായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മളിതിന് മുട്ടമാലയും മുട്ട ചെറുക്ക എന്നാട്ടോ വൈറ്റ് ഇതിനൊക്കെ പറയാം. പക്ഷേങ്കിൽ ഇതിന് വേറൊരു പേരും പറയൂ കേട്ടോ. വേറെ നാട്ടിലൊക്കെ ഇതിന് പിഞ്ഞാണത്തപ്പം എന്നാട്ടോ പറയാം. നമ്മൾക്കിത് മുട്ടമാലയും മുട്ട ചെറുക്കിയാട്ടോ. അപ്പം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകും. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു 10 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 ബൗൾ ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മെല്ലെ പൊട്ടിച്ചിട്ട് ആ മുട്ടൻ്റെ വെള്ളമില്ലേ അതൊരു ബൗളിലേക്ക് ആക്കുക. മഞ്ഞ മിക്സ് ആവാണ്ട് 2 കൈയിലോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെള്ളം മൊത്തം ഈ ബൗളിലേക്ക് ആക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് ആ മഞ്ഞയില്ലേ ഈ അരിപ്പയിൽ എന്താ പറയുക, ഞാൻ ഒരു അരിപ്പയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടൻ്റെ മഞ്ഞ പൊട്ടിപ്പോവാണ്ട് വെള്ളം മിക്സ് ആവാണ്ട് അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. അതേപോലെ ഞാൻ വീണ്ടും ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും കാണിക്കുന്നത്. വീണ്ടും ഞാൻ അതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളയും മഞ്ഞയും ഒന്ന് മിക്സ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ മുട്ടമാലയില്ലേ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമായിട്ട് ഇതിപ്പോൾ ട്രൈ ചെയ്യുന്നത്. ആ സമയം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടോ. ഫസ്റ്റ് തന്നെ എനിക്ക് നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ മെഷർമെൻറ്റും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈ മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും മിക്സ് ചെയ്യേണ്ട പാർട്ടില്ലേ അതാട്ടോ കുറച്ച് പണിയായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മുട്ടൻ്റെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് എന്താ പറയുക ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഒരു കുഞ്ഞ് പാട ഉണ്ടാകും എല്ലാ മുട്ടൻ്റെ മഞ്ഞേൻ്റെയും. അത് അതിന്മേൽ പെടരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഇങ്ങനെ അരിച്ച് മിക്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ ഈ പാടയില്ലേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് കളയാം, അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ പറയുക ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലത്തെ ഒരു കുപ്പിയാട്ടോ എടുത്തത്. എന്നിട്ട് 2 ഹോൾസ് ഇട്ട് കൊടുത്തത് കേട്ടോ. ചെറുതായിട്ടുള്ളത്, ഭയങ്കര വലിപ്പമുള്ളതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിക്വിഡിൻ്റെ എന്താ പറയുക നമ്മളെ ഡിറ്റർജൻറ്റ് ലിക്വിഡില്ലേ അതിൻ്റെ കുപ്പിയില്ലേ അത് നല്ലോണം കൈ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സ്മെല്ല് മാറാൻ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരിട്ടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി കുലുക്കി കഴിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് തീരെ ഉണ്ടാവില്ല. ഏത് കുപ്പി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ചെറിയ ഹോൾസ് ആയിരിക്കണം, ഭയങ്കര വലുതായി പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വേറൊരു വലിയ പാത്രം വെച്ചിട്ട് ഇതേപോലെ പരന്ന പാത്രമില്ലേ അതെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാരയും നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് വരും കേട്ടോ. പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതേപോലെ തിളച്ച് വരണം കേട്ടോ. തിളക്കുന്ന സമയത്തായിരിക്കണം നമ്മൾ ഈ എന്താ പറയുക മുട്ടമാലയില്ലേ അതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കേണ്ടത്. ഇതേപോലെ റൗണ്ടിൽ ചെയ്യണം കേട്ടോ. കുറച്ച് അടുപ്പിച്ച് ചെയ്താലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. എന്നിട്ട് ചുറ്റിച്ച് കഴിഞ്ഞാൽ ഒരു 4 സെക്കൻഡ് വെച്ചാൽ മതി. അധികം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറും 4 സെക്കൻഡ് 3 സെക്കൻഡ് മതി കേട്ടോ. പെട്ടെന്ന് ഇത് കുക്കാവുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മെല്ലെ ഇത് കോരിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. പ്ലേറ്റിൽ വെക്കുമ്പോൾ ഈ പ്ലേറ്റ് ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. പ്ലേറ്റിലേക്ക് നമ്മൾ ഫസ്റ്റ് ബാച്ച് മുട്ടമാല ഇട്ടതിന് ശേഷം പ്ലേറ്റ് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക. അതിൽ എക്സ്ട്രാ ഉള്ള എന്താ പറയുക പഞ്ചസാര സിറപ്പില്ലേ അത് എന്താ പറയുക ഇറങ്ങണ്ടിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്, ചരിച്ച് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് കോരിയെടുക്കുന്ന സമയത്തേക്കെല്ലാം തീ നല്ല സിമ്മിലായിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും നമ്മൾ ഒഴിക്കുമ്പോൾ എന്താ പറയുക തീ ഫ്ലെയിമിൽ കൂട്ടി വെച്ചിട്ട് തിളക്കുന്ന സമയത്ത് വേണം നമ്മളിത് ചുറ്റിച്ചു കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിളച്ച് വരുമ്പോൾ മാത്രം നമ്മളിത് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മുട്ടമാല ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇതേപോലെ ഒന്ന് വിടിയിച്ചു കൊടുക്കണം കേട്ടോ.
ഇനിയിപ്പോൾ വെള്ളം എന്തിനാണ് എടുത്ത് വെച്ചതെന്ന് പറഞ്ഞുതരാം. ഇതിപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം ചെയ്താൽ എന്താ പറയുക, പഞ്ചസാര സീറ ഇങ്ങനെ വറ്റി വരും. അത് വറ്റി വരുമ്പോൾ ഇത് ഭയങ്കര കട്ടിയായി പോവും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പച്ചവെള്ളം എടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇങ്ങനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് അങ്ങനെ കട്ടിയാവൂല കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മളെ മുട്ടമാലൊക്കെ ഇവിടെ നല്ലോണം റെഡി ആയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇപ്പം തയ്യാറാക്കി ഷുഗർ സിറപ്പില്ലേ, നമ്മളിപ്പോൾ എങ്ങനെ ആയാലും മുട്ടമാല ഉണ്ടാക്കിയതിന് ശേഷമാണല്ലോ മുട്ട സിറുക്ക ഉണ്ടാക്കുക. നമ്മൾ മുട്ട സിറുക്ക എന്നാട്ടോ പറയൽ. എന്നിട്ട് അതിൻ്റെ സെയിം പഞ്ചസാരൻ്റെ സീറില്ലേ അതന്നെ ആട്ടോ എടുക്കുക. വേറെ എക്സ്ട്രാ മധുരം ഒന്നും ചേർക്കണ്ട. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇല്ലേ, പാൽപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പാലെടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ ഭയങ്കര സോഫ്റ്റായി പോകും കേട്ടോ. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ തന്നെ മൈദപ്പൊടി ഇല്ലേ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കട്ടകളൊന്നും ഇല്ലാണ്ട് 2-3 മിനിറ്റ് മിക്സ് ചെയ്യേണ്ടേ മതി. അപ്പം തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ മുട്ടൻ്റെ വെള്ളമില്ലേ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്ര പണിയായിട്ട് ഇതിനുള്ള, ഇതും പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു സോസ് പാനിലാട്ടോ ചെയ്യുന്നത്. ഇത് ശരിക്കും സ്റ്റീം ചെയ്തെടുക്കണം. എൻ്റെ അടുത്ത് ഇതേപോലെ സ്റ്റീമറിൽ വെക്കാൻ പറ്റിയ ചെറിയ കുഞ്ഞി പ്ലേറ്റ് ഇല്ലേ, അത് സ്റ്റീൽ പ്ലേറ്റ് ഇല്ലേ, പരന്ന ടൈപ്പ്, അങ്ങനത്തെ ഇതില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ സോസ് പാനിലാണ് ഒഴിച്ചത്. സോസ് പാനിൽ വെച്ചാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷേ എങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. നല്ല ലോ ഫ്ലെയിമിലായി പോകരുത്. അപ്പോൾ അത് അവിടുന്ന് കുക്കാകുന്ന സമയം കൊണ്ട് നമ്മളെ മുട്ടമാല ഇവിടെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടതാണ്. ഇതേപോലെയൊക്കെ വിടിയിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളന്ന് എന്താ പറയുക, ഓരോ ബാച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ 20 മിനിറ്റിന് ശേഷം മുട്ട സിർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. കറക്റ്റ് മധുരമൊക്കെ തന്നെയാണ്, ഓവറായിട്ട് മധുരമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അതോരോരുത്തർ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഈ മുട്ടമാലയില്ലേ അത് വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ കുറച്ചെടുത്ത് നല്ല നൂല് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ടമാലയും മുട്ട സിർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി.